പോകുന്ന ഫ്രണ്ട്സിനോട് മാത്രമാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ദയവായി മറ്റുള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. ക്രൂശിക്കപ്പെട്ട കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനം. ഗുഡ് ഫ്രൈഡേ ആണല്ലോ. ലോകമെങ്ങുമുള്ള ക്രൈസ്തവരോടൊപ്പം നാം ഈ വിശുദ്ധ വാരത്തിലൊക്കെ കർത്താവിനെ കുറിച്ച്, ക്രൂശിലെ പീഡകളെ കുറിച്ച് ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. വെറും 3 വർഷം കൊണ്ട് തന്റെ സമൂഹത്തിൽ അന്ന് നിലനിന്നിരുന്ന വ്യവസ്ഥകളും അവസ്ഥകളും മാറ്റിമറിച്ച പ്രാണനാഥൻ തന്റെ മരണത്തിലൂടെ യെരുശലേം ദേവാലയത്തിന്റെ തിരശ്ശീല മാത്രമല്ല കാലത്തെ പോലും രണ്ടായി ഭാഗിച്ചു. കർത്താവിന്റെ ക്രൂശീകരണ സമയത്ത് സൂര്യൻ ഇരുണ്ടു, പ്രപഞ്ചമാകെ അന്ധകാരം പടർന്നു. നീതിയും സൂര്യനാവുന്ന ക്രിസ്തു, ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തു അവസാന നിമിഷങ്ങളിൽ അനുഭവിച്ച അസഹനീയമായ വേദന ഒരുപക്ഷെ പ്രപഞ്ചത്തെ പോലും വേദനിപ്പിച്ചിട്ടുണ്ടാകും. പഴയ നിയമ പുസ്തകത്തിൽ യാഗം ചെയ്യേണ്ടത് പുരോഹിതനാണെന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ ഇവിടെ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള മഹാപുരോഹിതനായ ക്രിസ്തു തന്നെ യാഗമൃഗമായി മാറി. ഏറ്റവും ദയനീയമായ ജീവിതാവസ്ഥ. കർത്താവിന്റെ ക്രൂശീകരണത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദാവീദ് രാജാവ് സംഗീതത്തിലൂടെ തനിക്ക് പറ്റിയ പ്രവചനം ലോകത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് തുടങ്ങുന്ന 22-ാം സങ്കീർത്തനം കർത്താവിന്റെ ദാരുണമായ അന്ത്യനിമിഷങ്ങൾ പിക്ചറൈസ് ചെയ്ത് കാണിച്ചിരിക്കുന്നു. ഈ സമയത്ത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും ഈ ചിന്ത തന്നെയാണ്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? ഏലി ഏലി ലമ്മാ സബക്താനി, മൈ ഗോഡ് വൈ യു ഹാഡ് ഫോർസേക്കൻ മീ. ഇതാണ് കർത്താവിന്റെ 4ാമത്തെ മൊഴി. അവസാന നാളുകളിലെ അവസാന നിമിഷങ്ങളിലെ ശാരീരികവും മാനസികവുമായ വേദനകൾ, വേണ്ടപ്പെട്ടവൻ ഒറ്റുകാരനായി നൽകിയ ചുടുചുംബനം, പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസിന്റെ തലപ്പറച്ചിൽ, സ്വന്തം ജീവിതത്തെ ക്രൂശിനോട് ചേർത്ത് വെച്ച് കാലിലും ബാണുകൾ സമ്മാനിക്കുന്ന തീവ്രമായ വേദന, മുൾക്കിരീടം, പച്ചമരക്കുരിശ്, ഉഴവുചാല് പോലെയുള്ള മുതലിൽ നിന്ന് മുഴുകുന്ന ചുടുചോര, ചാട്ടവാറിന്റെ കൊളുത്തുകളിൽ പറ്റിയിരിക്കുന്ന മാംസകഷ്ണങ്ങൾ, കൈപ്പുകാടി, പരിഹാസം, സ്വന്തം അമ്മയുടെയും വേണ്ടപ്പെട്ടവരുടെയും അലമുറ, ന്യായം ലഭിക്കാത്ത നിഷ്കളങ്കന്റെ ഹൃദയവേദന. അങ്ങനെയുള്ള നീറുന്ന മനസ്സിൽ നിന്നാണ് ആ ചോദ്യം ഉയർന്നു വന്നത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട്. ഉത്തരം കിട്ടാത്ത വെറും ഒരു ചോദ്യമായി അന്ന് കാൽവരി മരിയെ പ്രതിധ്വനിച്ച ആ ചോദ്യത്തിന് ഉത്തരം അല്ലെങ്കിൽ മറുപടി കണ്ടെത്തേണ്ടത് കാൽവരി രക്തത്തിന്റെ ഗുണഭോക്താക്കളായ നമ്മുടെ കടമയും ആവശ്യവുമാണ്. അതിനായി തിരുവചനങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം ഗൈസ്. ഒരിക്കൽ യേശുവിന്റെ സ്നാന സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ലോകം കേട്ടു. ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ആ പ്രിയപുത്രൻ തന്നെ ഇന്ന് ആ പിതാവായ ദൈവത്തോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ചോദ്യമാണിത്. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത്? തിരുവചനത്തിന്റെ പല ഭാഗങ്ങളിൽ അതിന് ഉത്തരവുമുണ്ട്. ഒന്നാമത്തെ ഉത്തരം ഇതാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16. മനുഷ്യകുലത്തെ നിത്യാഗ്നിയിൽ നിന്ന് രക്ഷിക്കേണ്ടതിന് സ്വന്തം പുത്രന്റെ കണ്ണുനീർ അല്പനേരത്തേക്ക് ഗണ്യമാക്കാതെയിരുന്നു. ആ നിലവിളി അല്പനേരത്തേക്ക് തൃണവൽക്കരിച്ചു. കാൽവരിയിൽ നാം കാണുന്നത് യേശുവിന്റെ മനുഷ്യനോടുള്ള ഊഷ്മളമായ സ്നേഹം മാത്രമല്ല, മാനവജാതിയുടെ നിത്യജീവന് വേണ്ടി സ്വന്തം പുത്രന്റെ വേദനയും നൊമ്പരവും അവഗണിച്ച യഹോവയ്ക്ക് മനുഷ്യനോടുള്ള ഉദാത്തമായ സ്നേഹം കൂടിയാണ്. അൺകണ്ടീഷണൽ ലവ്.